ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തംബ്നെയിലിൽ കൊടുത്ത് കണ്ടല്ലോ, ഇന്ത്യയിൽ ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന ഒരു NBFC ഇല്ല. RBIയുടെ കീഴിൽ ഒരു NBFC ഇല്ലെന്ന് തന്നെ പറയാം. കാരണം നമുക്ക് 12,000 രൂപ ആർക്കും, അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, ഒരു 95% ആൾക്കാർക്കും 12,000 രൂപയിൽ സാലറി മുകളിലോട്ടേ ഉള്ളൂ, താഴോട്ട് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ ആ ഒരു സർക്കാർ പുതുക്കി നിശ്ചയിച്ച ഒരു വേജ് ആക്ട് പ്രകാരം 15 രൂപയ്ക്കാണ് അവർ പറയുന്നത്. എന്നാൽ 12,000 രൂപ സാലറിയിലുള്ള ഏകദേശം 90% ആൾക്കാർ, അതിൽ മുകളിലോട്ട് ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു ബാങ്കിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15,000, 20,000, 25,000, 30,000 അങ്ങനെ പല സാലറി ക്രൈറ്റീരിയാസും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അമ്മയുടെ പുറകെ നടക്കണം, ബാങ്കുകൾ തോറും കയറി നടക്കണം, അങ്ങനെ പല ബുദ്ധിമുട്ടുമുണ്ട്. സിബിൽ ചെക്ക് ചെയ്യുക ഒരു ദിവസം, നമ്മുടെ ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ലൊക്കേഷൻ വെരിഫിക്കേഷൻ ഒരു ദിവസം, പിന്നെ വീണ്ടും എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വീണ്ടും വെരിഫിക്കേഷൻ, ഫോട്ടോ എടുത്തുകൊണ്ട് പോകൽ, അങ്ങനെ പല വെരിഫിക്കേഷനും ബുദ്ധിമുട്ടും നമുക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ചാനലുള്ളവർ തന്നെ അങ്ങനെ അറിയാം, ഒരുപാട് പേർക്ക് അറിയാം, അങ്ങനെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് RBIയുടെ കീഴിലുള്ള വളരെ നല്ല രീതിയിൽ പേഴ്സണൽ ലോൺ കൊടുക്കുന്ന ഒരു NBFCയെ കുറിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അവിടെ ഈ ഒരു ചാനലിലുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചാനലിൻ്റെ ഞാൻ ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതേപോലെ നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് പേർക്ക് റിജക്ഷൻ വരുന്നുണ്ട്, നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിൽ തെറ്റിപ്പോകുന്നുണ്ട്, അങ്ങനെ റിജക്ഷൻ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുക, ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ബേസിക് ക്രൈറ്റീരിയ എന്തെന്ന് വെച്ചാൽ 12,000 രൂപ മിനിമം സാലറി വേണം. അത് ബാങ്ക് ത്രൂ തന്നെ സാലറി വേണം. നമുക്ക് ചെക്കായിട്ടോ ക്യാഷ് ആയിട്ടോ കിട്ടിയാൽ സാലറി ആണെങ്കിൽ അവർ ചെയ്യില്ല. ഓക്കെ, ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ തന്നെ വേണം. 12,000 രൂപ, അതിൽ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ നിങ്ങൾ കാണിച്ചിരിക്കണം. സാലറി ഒരു 11 മാസമെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാണണം. ഇല്ലെങ്കിലും അവർ ചെയ്യില്ല, റിജക്റ്റ് ആകും. 12,000 വെച്ച് ഇങ്ങനെ ഒരു 11 മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡോ ഗവൺമെൻറ്റോ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ ഏതുമാകട്ടെ, ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്നെ കൊടുക്കണം. ഗവൺമെൻറ് കമ്പനിക്കാർ ജോലി ചെയ്യുന്നവർ ഗവൺമെൻറ് തന്നെ കൊടുക്കുക, കുഴപ്പമില്ല. മറ്റ് കമ്പനിക്കാരെല്ലാം പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ കൊടുക്കുക. ഈ പ്രൊപ്പറേറ്റർഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ അത് റിജക്റ്റ് ആവും. അവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, ചില ആൾക്കാർ 6 മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് 6 മാസം വേറൊരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെയുള്ളവർ പഴയ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റും വേണം, പുതിയ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റും വേണം. അതിനുശേഷം പുതിയ കമ്പനിയുടെ സാലറി സ്ലിപ്പ്, ഒരു മാസത്തെ സാലറി സ്ലിപ്പും കൂടെ വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് ഡൗട്ട് എനിക്ക് വരാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. കുറച്ച് ബോർഡർ ഭാഗങ്ങളിലൊന്നും അവർ ചെയ്യില്ല, ആസാം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കുറച്ച് ചെയ്യില്ല. ചെറിയ നെഗറ്റീവ്സ് ഏരിയാസ് ഉണ്ട്, എന്നാൽ 95%ഉം അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബേസിക് എലിജിബിലിറ്റി. ഇത് മനസ്സിൽ തന്നെ വെക്കുക. പിന്നെ സിബിൽ ക്ലിയർ ആയിട്ട് വേണം. ഓക്കെ, ഒരു 650 സിബിലാണ് അവർ പറയുന്നത്. നമ്മൾ സിബിൽ ലോൺ എടുത്ത് പൊട്ടി തകർന്ന് വരുന്ന ദയവായി ഇതിൻ്റെ അടുത്തൂടെ പോകരുത്, കിട്ടില്ല. വീണ്ടും സിബിൽ പോകുമെന്നല്ലാതെ ലോൺ കിട്ടില്ല. അപ്പോൾ ഞാൻ താഴെ കൊടുത്തിട്ട് ലിങ്ക്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ്. ഇതൊക്കെ വായിച്ച് നോക്കുക, വേണമെങ്കിൽ വായിച്ച് നോക്കിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ഇവിടെ പേഴ്സണൽ ലോൺ ആണ് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. നമുക്കൊരു ഡമ്മി നമ്പർ കൊടുക്കാം. ഇനി ഒരു മെയിൽ ID കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാൻ നമ്പർ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ പാൻ നമ്പറിൽ മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ആരുടെയും പാൻ നമ്പർ കൂടെ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് മാറ്റിയിട്ട്. ഇനി പാൻ കാർഡിലുള്ള പോലെ നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. പിന്നെ താഴെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ്, അതായത് ഏതാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് മാത്രമേ, ഗവൺമെൻറ് ഫേമും പ്രൈവറ്റ് ലിമിറ്റഡ് ഫേമും ഓക്കെ അതേപോലെ കൊടുക്കുക. പിന്നെ നിങ്ങൾ രണ്ടാമത് കണ്ടല്ലോ, പബ്ലിക് ലിമിറ്റഡോ പ്രൊപ്പറേറ്റർഷിപ്പോ പാർട്ണർഷിപ്പോ ഈ കമ്പനികളിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ കൊടുക്കാവുള്ളൂ. ഗവൺമെൻറ് ജോലിക്കാർക്ക് ഗവൺമെൻറ് തന്നെ കൊടുക്കാം, കുഴപ്പമില്ല, യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ നമുക്കിവിടെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് കൊടുക്കാം. മന്ത്ലി ഇൻഹാൻസ് സാലറി 12,000 എബോവ് തന്നെ വേണം, അതിൽ താഴെയുള്ളവർ അപ്ലൈ ചെയ്യരുത്. ഇനി കറണ്ട് റെസിഡൻസ് പിൻകോഡ്, നിങ്ങളുടെ ഇപ്പോഴത്തെ റെസിഡൻസ് എവിടെയാണോ അവിടുത്തെ പിൻകോഡ് കൊടുക്കുക. പിന്നെ മോഡ് ഓഫ് സാലറി ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്ക് അക്കൗണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ, ക്യാഷും ചെക്കും അവർ ചെയ്യില്ല. പിന്നെ ലോൺ എമൗണ്ട് എത്രയാണോ വേണ്ടത്, നമ്മളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് അവർ തരികയുള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, 2 ലക്ഷം 2 കോടിയും കൊടുക്കാം. പക്ഷേ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ എലിജിബിലിറ്റി, ഇപ്പോൾ 12,000 രൂപ സാലറി ഉള്ള ആൾക്ക് 1 ലക്ഷം രൂപ മാക്സിമം കിട്ടും. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ആധാർ കാർഡിലോ പാൻ കാർഡിലോ അതേ രീതിയിൽ കൊടുക്കുക.
പിന്നെ റീഡിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയാണ് തമിഴുമാണ് കൊടുത്തിരിക്കുന്നത്, മലയാളം അവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് ഇൻ മന്ത്സ്. ഇവിടെ നിങ്ങൾ മാസത്തിലേക്ക് ഞാൻ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ഇത് മാസത്തിൽ മാത്രമേ കൊടുക്കാവൂ. വർഷത്തിൽ കൊടുക്കുകയാണെങ്കിൽ റിജക്റ്റ് ആകും. കാരണം 12 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾ ഇവിടെ ഇപ്പോൾ അവർ ഒരു വർഷം വർക്ക് ചെയ്തു, അവർ ഒരു വർഷം എന്ന് കൊടുത്താൽ ഒരു മാസം എന്ന് അവർ വിചാരിക്കണം. അതുകൊണ്ട് നമ്മൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസം എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ. ഇനി യുവർ കറണ്ട് EMI മന്ത്ലി അതൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട. 0 എന്ന് കൊടുത്താൽ അവർ ചെക്ക് ചെയ്യുമ്പോൾ അത് നോക്കിയോളും. ഹാവ് യു ഡിലേഡ് EMI റീപേയ്മെൻറ്റ് ഫാസ്റ്റ് 1 ഇയർ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും EMI മുടക്കം വരുത്തിയിട്ടുണ്ടെന്ന് ചോദിക്കുന്നത്, അത് ഒരിക്കലും നോ എന്ന് കൊടുക്കരുത്, യെസ് എന്ന് കൊടുക്കരുത്, നോ എന്ന് തന്നെ കൊടുക്കുക. ചില ആൾക്കാർ വായിച്ചിട്ട് തിരിഞ്ഞു പോകും, അവരത് കറക്റ്റ് യെസ് എന്ന് കൊടുക്കും, അപ്പോൾ തന്നെ റിജക്റ്റ് ആകും. ഇത് നമ്മൾ മസ്റ്റായിട്ട് നോ എന്ന് തന്നെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പോകുന്ന നിങ്ങളുടെ ഡോക്യുമെൻ്റ് അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ആധാർ കാർഡ്, പാൻ കാർഡ്, 1 മാസത്തെ സാലറി സ്ലിപ്പ്, 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 12 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ആപ്പിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൽ പിന്നെ നിങ്ങൾക്ക് പാസ്വേഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാസ്വേഡ് താഴെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകും. ഓക്കെ. ഇപ്പോൾ ഏകദേശം 99% ഈ ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഈ ഒരു ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഓൾ ആൻഡ് ഓൾ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.